ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹമ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോസാണ്. അതായത് ഒരു ഡിപ്പാണ്. വെള്ളക്കടലയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. സാധാരണ കുബൂസിൻ്റെ കൂടെയും അതേപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ബാക്കി ഫ്രൈഡ് ഐറ്റംസ് അതിൻ്റെ കൂടെയൊക്കെയാണ് ഇത് മെയിൻ ആയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ. പക്ഷേ എന്നാലും വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നേക്കാൾ മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹമ്മസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹമ്മസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. 1 കപ്പ് വെള്ളക്കടല വേണം. ഇത് 250 ml കപ്പാണ് കേട്ടോ. ഇപ്പോൾ കപ്പ് മെഷർമെൻ്റ് ആയിട്ട് നിങ്ങളതിൽ എടുക്കാനില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് മെഷർമെൻറ്റിൽ എടുത്താൽ മതി. അപ്പോൾ 1 ഗ്ലാസ് വെള്ളക്കടല എടുക്കാം. ഇത് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തു വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുതിർത്തിട്ട്, കണ്ടോ. പിന്നെ 1/2 കപ്പ് വെള്ള എള്ള് വേണം, വെള്ളക്കടലിലുള്ള എള്ള്. ഇത് നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, കണ്ടോ. ഈ ഹമ്മസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേരുവയാണ് തഹീനി പേസ്റ്റ് അഥവാ തഹീന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വെള്ളയിൽ വേണ്ടത്. തഹീന പേസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് റെഡിമെയ്ഡ് ആയിട്ട് ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള തഹീന പേസ്റ്റ് അല്ല വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പോണത്. നമ്മൾ ഈ വെള്ളയിൽ ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ ഇപ്പോൾ തഹീന പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് വേണം. ഇത് അരിച്ചൊന്നും എടുക്കണമെന്നില്ല, ജസ്റ്റ് ആ കുരു മാത്രം ഒന്ന് മാറ്റിയിട്ട് എടുത്തു വെക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ. പിന്നെ വെളുത്തുള്ളി വേണം. ഇവിടെ ഞാൻ 4 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ വലിയ അല്ലി വെളുത്തുള്ളിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാവും. അപ്പോൾ ചെറുതെടുത്തതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളിയുടെ അളവ്, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ 5 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ 4 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു 8-10 ഐസ് ക്യൂബ് വേണം. ആവശ്യത്തിന് ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിലിൻ്റെ അളവ് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളവും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഹമ്മസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ കടലയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഈ കടല നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം. കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഈ ഒഴിക്കുന്ന വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഈ കടല മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമുക്കതിലേക്ക് ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കണ്ട, പിന്നീട് ചേർക്കാം. വേറെ ഒരു ചേരുവയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കടല തനിയാണ് വേവിക്കുന്നത്. വേവാനായിട്ട് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 7 വിസിൽ വരെയൊക്കെയാണ് സാധാരണ എടുക്കാറുള്ളത്. വേവ് കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കടല ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും വേവാണ്ടിരിക്കരുത്. അപ്പോൾ 7 വിസിൽ വരണ വരെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ 6-7 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷറും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കടല നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ നിങ്ങളിപ്പോൾ തുറന്ന് നോക്കിയിട്ട് കടല വെന്തിട്ടില്ല, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെന്തിട്ടില്ല എന്നാണ് തോന്നണമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലും കൂടിയിട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ 2 വിസിലും കൂടി വേവിച്ചാൽ മതി, വെന്തോളും. കടല ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇത് തുറന്ന് തന്നെ വെക്കാം, കാരണം ഇതിൻ്റെ ചൂട് നമുക്ക് പോകണം. ചൂട് പോയാലേ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് തഹീന ഉണ്ടാക്കിയെടുക്കണം, അഥവാ തഹീനി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെക്കാം. അടി കട്ടിയുള്ളൊരു ചട്ടി വെക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ള എള്ള് ചേർക്കാം. ഇതുണ്ടല്ലോ, ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലോയിനും മീഡിയത്തിലും ഇടയ്ക്കുള്ള തീയിൽ വെച്ചാൽ മതി. ഒത്തിരി തീ കൂട്ടി വെക്കേണ്ട. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പോൾ നല്ല വെള്ള കളറിലല്ലേ ഇരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആവാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു പരുവെത്തണം വരെ നമുക്കിതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ കളർ ചേഞ്ച് ആയി തുടങ്ങും. വല്ലാണ്ട് അങ്ങ് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങ് ഗോൾഡൻ ആക്കാൻ നിൽക്കണ്ട. ഞാനത് ആ ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് ഗോൾഡൻ അല്ല, പക്ഷെ എന്നാലും ഇതിനുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കളർ മാറിയിട്ട് വേറൊരു കളറിലേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയല്ല. അപ്പോൾ ഇതിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും മൂത്ത് പോകും. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തൽക്കാലം ഞാനിത് ഈ ബ്ലെൻഡറിലേക്കാണ് മാറ്റണത്, കാരണം നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്, ഇപ്പം അരയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ചൂട് മാറട്ടെ. അപ്പുറത്ത് നമ്മൾ കടല ഓൾറെഡി ചൂടാറാൻ വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഈ എള്ള് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ചൂടാറിക്കോളും. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൽ ഒന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഇത് പൊടിച്ചെടുക്കാം. നമുക്ക് ആവണ പോലെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ സീഡിനകത്ത് ചെറുതായിട്ട് ഓയിലുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ആ ഓയിൽ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇത് അരഞ്ഞ് കിട്ടാനുള്ള പാകത്തിന് ഒലിവ് ഓയിൽ ഒഴിക്കാം. നല്ല പോലെ അരയ്ക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
കണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെയാണ് തഹിനി പേസ്റ്റ് അഥവാ തഹീന എന്ന് പറയണത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ തഹീന നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കി എടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് ഇതുപോലെ ബോട്ടിലിൽ തഹീന എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഈ വെള്ളയിൽ ചൂടാക്കി അത് പൊടിക്കണ ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. വീട്ടിലുണ്ടാക്കണത് തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. ഈ തഹീന പേസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ കടല കുക്ക് ചെയ്തത് കുക്ക്ഡ് ചിക്ക്പീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കടലയും വേവിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ബാച്ചിലേഴ്സിനൊക്കെ ഇങ്ങനെ വാങ്ങിക്കേണ്ടത് ഉപകാരമായിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ അതേ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഹമ്മസ് റെഡിയാക്കാം. മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ അരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ക്വാണ്ടിറ്റി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ബാച്ചസ് ആയിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. വെളുത്തുള്ളി നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് 6 വരെയൊക്കെ ചേർക്കാം. പിന്നെ നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ബാക്കി 1 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തഹീന ചേർക്കാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ തഹീന പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ബാക്കി മാറ്റി വെക്കാം. ഇനി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ചേർക്കാം. നമുക്ക് കടലയിലത്തെ വെള്ളം ചേർക്കണം എന്നില്ല, കടല മാത്രം മതി. കുറച്ച് വെള്ളം വീഴുന്നത് വീണോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കടല മാത്രം മതി. ഈ കടല നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചൂടോടുകൂടി നിങ്ങൾ ഒരിക്കലും അരയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ നമ്മൾ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം നമുക്കിത് അടച്ചിട്ട്. എന്നിട്ട് എന്തോരം വെള്ളം വേണമെന്നുള്ളത് നമുക്ക് അതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ അരച്ചപ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 8 ഐസ് ക്യൂബും 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളവും ചേർക്കുകയാണ്. ഈ ഐസ് ക്യൂബും തണുത്ത വെള്ളവും ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് നമ്മൾ ഹമ്മസ് നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കടല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. കട്ടിയിൽ തന്നെയാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുക. ആദ്യമേ നമ്മൾ കുറേ വെള്ളം കൂടി ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തഹീനയുടെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും കുറവാന്ന് തോന്നിയുകൊണ്ട് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആവണ വരെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കണേ. അപ്പോൾ നമ്മുടെ ഹമ്മസ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ തഹീന നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുക കേട്ടോ ഫ്രിഡ്ജിനകത്ത്. അത് കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ എപ്പോൾ നമുക്ക് ഹമ്മസ് ഉണ്ടാക്കണം തോന്നിയാലും കടൽ വേവിച്ചിട്ട് ഈ തഹീന അങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചേർത്താൽ മതിയല്ലോ ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.